കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ചാൾസ് ജോർജ് കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്, ഫിഷിംഗ് ബോട്ട് ഉടമ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജോസഫ് സേവ്യർ കളപ്പുരയ്ക്കൽ, അദ്ദേഹവും കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്, ഭാരതീയ മത്സ്യ പ്രവർത്തക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന്. ആദ്യം ശ്രീ ജോസഫ് സേവ്യർ കളപ്പുരയ്ക്കലിലേക്ക്. ശ്രീ ജോസഫ് സേവ്യർ, സമ്പൂർണ്ണ മത്സ്യ ബന്ധന നിരോധനമാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെടുക്കുന്നതിലുള്ള ഒരു കാലതാമസം അത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ സ്ട്രോങ് ആയിട്ടുള്ളൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഈ നിരോധനം തെറ്റാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പോലും കേന്ദ്രത്തിനെതിരെ ഒരു വാക്ക് പറയാനായിട്ട് അവർ തയ്യാറാകാത്തതിൽ ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും മത്സ്യപ്രജനനം ഈ സമയത്തെല്ലാം നടക്കുന്നത് മത്സ്യം കൂടുതൽ കിട്ടും. ഇപ്പോൾ പോയാൽ 55% മത്സ്യം കിട്ടുന്ന സമയമാണ് ഇതെന്നെല്ലാം CMFRI പറഞ്ഞിട്ട് പോലും ആ സമയത്ത് നിരോധനം ഏർപ്പെടുത്താൻ പാടില്ല എന്ന് കേന്ദ്ര സർക്കാരിനോട് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി, മത്സ്യമേഖലയ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്നതിന് പകരം ഒരു ഇരുട്ടിൽ തപ്പുന്ന നയമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ബോട്ടുകൾക്ക് പോകാം, വള്ളങ്ങൾക്ക് പോകാം, 22 കിലോമീറ്ററിന് അപ്പുറം പോയാൽ കോസ്റ്റ് ഗാർഡ് പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നടപടി എടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് എന്ന രീതിയിലുള്ള മറുപടി. അതായത് കേന്ദ്രത്തെ പിണക്കാൻ അവർക്ക് എന്തോ ഒരു ഭയം പോലെ. എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ മെട്രോ റെയിലിന് കിട്ടുന്ന ഫണ്ട് പോലോ എന്നൊക്കെ ഭയപ്പെട്ടിട്ടായിരിക്കും. എന്താ കാരണം നമുക്കറിയില്ല. എന്നാലും അത് കൃത്യമായി മറ്റ് വേറെ എവിടെയാണെങ്കിൽ ഇത് തൊഴിലാളികളുടെ, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ സെക്ടറിന്റെ ഉപജീവന മാർഗം, അതിലുപരി മത്സ്യം കഴിക്കുന്നവരുടെ അവരുടെ താല്പര്യങ്ങൾ, മൊത്തത്തിൽ കേരളത്തിന്റെ താല്പര്യത്തിനെതിരായ ഒരു നടപടി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും സംസ്ഥാന ഫിഷറീസ് മന്ത്രിയും കേന്ദ്ര പ്രധാനമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ അവർ ആശങ്ക അറിയിച്ച് ഇതിൽ നിന്ന് എന്തെങ്കിലും ഇളവ് വാങ്ങേണ്ടതായിരുന്നു. വാങ്ങിയിട്ടില്ല. ചാൾസ് ജോർജ്, ഈ പല സംസ്ഥാനങ്ങൾക്കും പല ട്രോളിംഗ് ഇളവ്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് 47 ദിവസം, ഒഡീഷയ്ക്ക് 60 ദിവസം, ഗോവയ്ക്കും ഗുജറാത്തിനും ഒക്കെ അതിൽ അധികം ദിവസം, ഏതാണ്ട് 67 ദിവസത്തോളം. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം, സമ്പൂർണ്ണ മത്സ്യ നിരോധനം സംബന്ധിച്ച കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം, അത് ഏതു വിധത്തിലാണ് സ്വീകരിക്കപ്പെടുന്നത്? കേന്ദ്രം ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളുടെ വ്യത്യസ്തതകളും വൈജാത്യങ്ങളും കണക്കിലെടുക്കാതെ ഭരണഘടനാപരമായി സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാര അവകാശങ്ങൾ കവർന്നെടുക്കുന്ന ഫെഡറലിസത്തിന്റെ നിരാകരണമാണ് നടത്തിയിരിക്കുന്നത്. ജീവിക്കാനും തൊഴിലെടുക്കാനുമുള്ള തൊഴിലാളികളുടെ മൗലിക അവകാശം കൂടി ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഉപജീവനത്തിന്റെ പ്രശ്നമാണ്. കേവലം ഒരു ലോ ആൻഡ് ഓർഡറിന്റെയോ സസ്റ്റൈനബിലിറ്റിയുടെ തലത്തിൽ ഈ വിഷയത്തെ ചുരുക്കിക്കാണാൻ പറ്റില്ല. കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊക്കെ ഏറെക്കുറെ യന്ത്രവൽകൃതമായിട്ടുണ്ട്. യന്ത്രവൽകൃത യാനങ്ങൾ കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഒരു വർഷമാകെ 100 ദിവസമാണ് മീൻ പിടിക്കാൻ പോകുന്നത്. ഈ 100 ദിവസം പോകുന്ന മത്സ്യം ജൂൺ ജൂലൈയിലാണ് 46 ദിവസം പണിക്ക് പോകുന്നത്. ബാക്കി ഒരു വർഷം മുഴുവൻ എടുത്താൽ പോകുന്നത് ഈ പറയുന്ന 54 ദിവസമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം മത്സ്യബന്ധനത്തിനുള്ള ഉപജീവനത്തിനുള്ള അവകാശം ലഭ്യമാക്കുന്ന 44-46 ദിവസം കടലിൽ പോകരുത് എന്ന് പറഞ്ഞാൽ ഇത് അംഗീകരിക്കാൻ പറ്റൂല. കേന്ദ്രം എന്ന നിലപാട് സ്വീകരിക്കട്ടെ, സംസ്ഥാനം എന്ന നിലപാട് സ്വീകരിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പമില്ല. നാളിതുവരെയായിട്ട് ഈ മത്സ്യത്തൊഴിലാളി ജനിച്ച കാലം മുതൽ കടലിൽ ജനിച്ചു വീണ അവരിട്ടുണ്ട്. ഒരു കളയാൻ പറ്റില്ല. 1-ാം തീയതി തൊട്ട് പതിവ് പോലെ ഞങ്ങൾ ലംഘിക്കുമെന്നും പറയുന്നില്ല, ലംഘിക്കുമെന്നും പറയുന്നില്ല. ഞങ്ങൾ എങ്ങനെ കടലിൽ പോയിരുന്നു അതുപോലെ പോകാൻ തീരുമാനിച്ചു നിൽക്കുകയാണ്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. കഴിഞ്ഞ 8-ാം തീയതി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഞങ്ങളെ യോഗം വിളിച്ചു. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ. പക്ഷേ കഴിഞ്ഞ ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം 2-ാം നീല വിപ്ലവം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ CMFRIയുടെ റിപ്പോർട്ടുണ്ട്, 14% മത്സ്യസമ്പത്തിൽ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെയുള്ളവ. അപ്പൊ ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് പറഞ്ഞാലോ ശ്രീ ചാൾസ് ജോർജ്? അതൊന്നും തന്നെ വസ്തുതാപരമായി ശരിയല്ല. കേന്ദ്രം ഒരു നീല വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇപ്പോൾ നീല വിപ്ലവം നടക്കുന്നത്. ബ്ലൂ റവല്യൂഷൻ കേന്ദ്രത്തിലും സംസ്ഥാനത്തും. ബ്ലൂ റവല്യൂഷൻ ഇവിടെ സെക്ച്വലാണ്. അവിടെ യഥാർത്ഥത്തിൽ ഈ ബ്ലൂ റവല്യൂഷൻ പറയുന്ന പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഉൽപ്പന്നത്തെയാണ് കണ്ടിരിക്കുന്നത്, അതിന്റെ ഉൽപാദനത്തിനെ കാണുന്നത്. ഉൽപാദകരെ വിമർശനം. ഉൽപാദകർ മീൻ പിടിക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മീൻ കഴിക്കുന്നവർ കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മീൻ കയറ്റുമതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളും സംസ്കരണ തൊഴിലാളികളും കേരളത്തിലാണ്. നമ്മുടെ തൊഴിലിന്റെ, ഉപജീവനത്തിന്റെ, ആരോഗ്യരക്ഷയുടെ, സാമ്പത്തിക സുരക്ഷയുടെ പ്രധാന ഹേതുവാണ് ഇത് എന്ന് കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്. മറ്റൊന്ന്,
ഗുജറാത്തും കേരളവും തമ്മിൽ ഒരു തരത്തിലുള്ള സമീകരണമേ സാധ്യമേ അല്ല. ഗുജറാത്തിലെ മത്സ്യ ഇനങ്ങൾ വ്യത്യസ്തമാണ്. അടിത്തട്ടിൽ കിടക്കുന്ന മത്സ്യങ്ങൾ ബോംബെ ഡക്ക്, ആവോലി, കോര, കുട്ടൻ, പഞ്ഞിമീൻ തുടങ്ങിയ ഇവിടെ ഈ മൺസൂൺ കാലത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തോലി വറ്റ കഴിക്കുന്ന മത്സ്യം ഇത് പിടിക്കുന്നത് ഞങ്ങൾ പറയുന്ന മക്കളെപ്പോറ്റി മത്സ്യങ്ങളാണ്. ഇത് പിടിക്കുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ ആകെയുള്ള പ്രതീക്ഷയും ഉപജീവന മാർഗവും ഈ മൺസൂൺ കാലത്താണ്. അപ്പോൾ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത മത്സ്യ ഇനങ്ങളാണ്. അതുപോലെ there is no യൂണിഫോം വെസ്റ്റേൺ കോസ്റ്റ് ഒന്നല്ല, ഗുജറാത്തും കേരളവും വ്യത്യസ്തമാണ്. അതുപോലെ മൺസൂൺ കേരളത്തിൽ ജൂൺ 1 വരും. ജൂലൈയിലാണ് അത് ഇവിടെ എത്തുന്നത്. ഈ മൺസൂൺ മേഘങ്ങൾ ഇവിടെ ഒഴുകിപ്പോയാൽ അർക്കത്തിന്റെ വരുമാനം തൊഴിൽ സാധ്യതകളെയും പൂർണ്ണമായി അടയ്ക്കുന്ന ഒരു തീരുമാനമാണത്. അത് യുക്തിസഹമായി കേന്ദ്രത്തെ ബോധ്യപ്പെടുത്തുന്ന കേരളം പരാജയപ്പെട്ടു. ശ്രീ ജോസഫ് സേവ്യർ, എന്താണ് ബോട്ട് ഉടമ സംഘത്തിന്റെ തീരുമാനം? ഇതിനകത്ത് ഇപ്പൊ ഞങ്ങള് 9 റെപ്രസെന്റേഷൻസ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക് കൊടുത്തു, ചാൾസ് കൊടുത്തു, ഇവിടുത്തെ ഗവൺമെന്റ് കൊടുത്തു. പക്ഷെ എല്ലാം മോഡി ഇങ്ങോട്ട് പറയുന്നതല്ലാതെ ഞങ്ങളുടെ ഗ്രീവൻസസ് കേൾക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിക്കുന്നില്ല. ഒരു ഏകാധിപതിയുടെ ഒരു സ്റ്റൈലാണ് ഈ മേഖലയിലുള്ളത്. ഇങ്ങനെ പോയാൽ കേരളം തന്നെ ഇല്ലാതാവും. കേരളത്തിന്റെ ഉപജീവന മാർഗത്തിന്റെ ഏക പോംവഴിയാണ്. അതായത് മൊത്തം കിട്ടുന്ന മത്സ്യത്തിന്റെ 60% കിട്ടുന്ന ഈ കാലയളവിൽ ആ പിടിക്കാൻ പോകുന്ന യാനങ്ങളെ തടഞ്ഞിടുന്ന ഒരു ഏകാധിപത്യ രീതി, അത് CMFRI പോലും ഇത് പുനഃപരിശോധിക്കണമെന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ശാസ്ത്ര സാങ്കേതിക ഏജൻസിയാണ്. അവർ പോലും പറഞ്ഞു ഈ തീരുമാനം, അവരാ സമർപ്പിച്ച തീരുമാനത്തിൽ പോരായ്മകളുണ്ട്, അത് പരിശോധിക്കണം, അവരെ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെ 23-ാം തീയതി മാർച്ച് 23-ാം തീയതി ആ ലെറ്റർ അവർ കൊടുത്തതാണ്. ഏപ്രിൽ 10-ാം തീയതി അത് കേൾക്കാതെ നിരോധന ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. ആ ഉത്തരവിന്റെ ഒരു പ്രത്യേകതയുണ്ട്, അത് സൈറ്റിൽ ഉത്തരവ് വന്നിട്ടുണ്ട്, അത് ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ പോലും പെടുത്തിയിട്ടില്ല അവര്. അതായത് അവർക്ക് നിയമം ഒന്നും ഒരു പ്രശ്നമല്ല, ഇങ്ങനെ അടിച്ചേൽപ്പിക്കുക, അനുസരിപ്പിക്കുക. അത് ശരിയല്ല, ഒരിക്കലും ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല. ശ്രീ രാധാകൃഷ്ണൻ, ഈ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട്, അത് ഞങ്ങൾ റിപ്പോർട്ട് വാങ്ങിച്ചു വെക്കുകയേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന BJP, അതിനപ്പുറം അതിൽ നടപടികൾ എടുക്കാൻ പോകുന്നില്ല എന്ന് കേരളത്തിലെ BJP നേതൃത്വം പറയുന്നു. പക്ഷേ ഇപ്പോൾ സമ്പൂർണ്ണ മത്സ്യബന്ധന നിരോധനം പ്രഖ്യാപിച്ചപ്പോൾ അതിനെ ഈ കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളികളോടുള്ള മത്സ്യബന്ധന നടപടിയോടെ കഴിയുക. ഇവരൊന്നും പറഞ്ഞത് എനിക്ക് കൃത്യമായി കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ചോദ്യം കേട്ടു, അത് പറയാം. ഈ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് BJPയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം അതിൻ്റെ പിന്നിലെ കോൺഗ്രസ് ആണ് എന്ന് വ്യക്തമാണ്. മീനാകുമാരിയെ നിയമിച്ചത് കോൺഗ്രസ് ആണ്. മീനാകുമാരി പരിശോധിച്ചത് 2004 നയമാണ്. മീനാകുമാരി പറഞ്ഞത് 1178 കപ്പലുകളെ അനുവദിക്കണം എന്നാണ്. അതിനു വേണ്ടി 270 പുതിയ കപ്പൽ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ 900 നേരത്തെ വിടാനുണ്ട്. BJP സർക്കാർ ഒരു കപ്പൽ പോലും അനുവദിച്ചിട്ടില്ല. അപ്പോൾ അത് മീനാകുമാരിയുടെ പേരും പറഞ്ഞ് കേന്ദ്ര സർക്കാരിനെതിരായി വ്യാപകമായ ഒരു പ്രചരണം നടന്നു. ഇപ്പൊ 61 ദിവസത്തെ നിരോധനം. ഈ നിരോധനം സംബന്ധിച്ച് ഇത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇത് വന്നിട്ടുള്ളത്. കേരളത്തിലെ മത്സ്യബന്ധന രംഗത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പെലാജിക് ഫിഷിംഗ് ആണ്. അവര് യന്ത്രവൽകൃത രംഗത്ത് മുന്നേറിയിട്ടുണ്ട്. അവിടെ ഉപരിതല മത്സ്യബന്ധനമാണ് ഈ മൺസൂൺ സമയത്ത് നടക്കുന്നത്. അത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണോ ശ്രീ ചാൾസ് ജോർജ്? എവിടെ കേന്ദ്ര സംസ്ഥാനത്തിൽ ചോദിച്ചാൽ അഭിപ്രായം പറയാൻ പറ്റൂ? വർഷങ്ങളായി 47 ദിവസത്തെ ട്രോളിംഗ് ആണ്, പ്രത്യേകിച്ച് 2094 മുതൽ നിൽക്കുന്നു. ഇന്ത്യയിൽ ആദ്യം രാധാകൃഷ്ണൻ അറിയാമല്ലോ, ഇന്ത്യയിൽ ആദ്യമായി മത്സ്യമേഖലയിൽ ഒരു പരിപാലന നയം, ഒരു നിയമം ഉണ്ടാക്കിയ സംസ്ഥാനം കേരളം. ഒരു മത്സ്യപരിപാലന നയം എന്ന നിലയിൽ ട്രോൾ ബാൻ നടപ്പാക്കിയ സംസ്ഥാനം കേരളം. അതായത്
ഇവിടുത്തെ ഇക്കോ സിസ്റ്റത്തെ സംരക്ഷിക്കുന്നതിന് കടലിലെ മക്കളുടെ കൂടി ആവശ്യമാണ്. ഞങ്ങൾ എത്രയോ സമരം നടത്തി, വ്യത്യസ്ത താല്പര്യങ്ങളുള്ളവരാണ് ഞങ്ങൾ. സമരം നടത്തി കൊണ്ടുവന്നൊരു സംസ്ഥാനമാണത്. ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ കേന്ദ്രത്തിലിരിക്കുന്നവർക്കുണ്ട്. ഈ സമയത്ത് ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരുകൾ ആലോചിച്ചോ? ഇല്ലല്ലോ. ഇതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ആലോചിച്ചിട്ടുണ്ടോ? ഇതിലെ ഞങ്ങളുടെ റെപ്രസെന്റേഷൻ കേന്ദ്രത്തിലിരിക്കുന്ന, നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളോട് ആലോചിച്ചിട്ടില്ല, സ്റ്റേറ്റുകളോട് ആലോചിച്ചിട്ടില്ല, സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ആലോചിക്കാതെ ഏകപക്ഷീയമായ ഒരു പ്രഖ്യാപനമാണ് ഈ ഏപ്രിൽ 10 ഇറക്കിയിരിക്കുന്നത്. ഇതിന് സംസ്ഥാന ഫിഷ് റിവ്യൂവിൽ വരുന്നത് ആലോചിച്ചിട്ടില്ല. അതായത് മീനാകുമാരിയെ UP നിയമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ്. ഈ സർക്കാർ വന്നതിന് ശേഷം 2 മാസം കഴിഞ്ഞാണ്. അത് ജൂൺ 29 പ്രധാനമന്ത്രി ബ്ലൂ റവല്യൂഷൻ പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അവർ കൃത്യമായി പറഞ്ഞ രാധാകൃഷ്ണന്റെ പാർട്ടിയുടെ, ജനതാ പാർട്ടിയുടെ, BJPയുടെ നയരേഖ ഞങ്ങളുടെ കൈവശമുണ്ട്. മുരളീധര റാവു എന്ന് പറയുന്ന BJP അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും പ്രഭാകർ കാന്ത് 2 പേര് ചേർന്നിറക്കിയ പുസ്തകത്തിന് ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അനുവദിക്കും. 2 ഒരു നയം ഞങ്ങൾ രൂപീകരിക്കും. 4 പാവപ്പെട്ട വള്ളക്കാർക്ക് കൊടുക്കുന്ന ഇന്ധന സബ്സിഡി അത് പുനഃസ്ഥാപിക്കുമ്പോൾ നന്നായി കൊടുക്കും. ഇതിലൊന്നുപോലും ചെയ്യാതെ ഒരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ ഇറക്കിയിരിക്കുകയാണ്. സ്റ്റേറ്റിന്റെ അവകാശം പറഞ്ഞെടുത്തു, ഉപജീവനാവകാശം കവർന്നെടുത്തു. എന്നിട്ട് രാധാകൃഷ്ണൻ അറിയാം, 10 വർഷം മുമ്പ് ഇതേ UPA സർക്കാർ ഇവിടുത്തെ വള്ളക്കാരെ നിരോധിച്ചതാണ്. അന്ന് ഞങ്ങളും ഈ നേതാക്കന്മാരും, ഈ BJP നേതാക്കന്മാരും ഒന്നിച്ച് കോഴിക്കോടും കൊച്ചിയിൽ ഈ നിരോധനം ലംഘിച്ച് കടലിൽ പോയവരാണ്. അപ്പൊ ഉപജീവനാവകാശം ഏത് സർക്കാരിന്റെ പേരിലായി അതിഭാവയും അനിയംഭാവയും നമ്മൾ എന്തൊക്കെ നടത്തിക്കൊണ്ട് ഇത് ഞങ്ങൾക്ക് ബാധകമല്ല. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കണമെങ്കിൽ ഇതിന്റെ കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 8-ാം തീയതി കേന്ദ്രത്തിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ ക്യാച്ച് സർട്ടിഫിക്കേഷനും IUU നയവും ഇന്ന് നടപ്പാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹത്തോട്, കച്ചവട സംഘത്തോട് ഇന്ത്യ സർക്കാർ കാണിക്കുന്ന കമ്മിറ്റ്മെന്റ് ഭാഗമായി ഇവിടുത്തെ പാവപ്പെട്ടവരെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, ഈ സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായ ഒരു അടിച്ചേൽപ്പിക്കൽ, നേരത്തെ ശ്രീ ചാൾസ് ജോർജ് ഇവിടെ പറഞ്ഞതിലെ പശ്ചിമ അത് ഒരേപോലെയല്ല. പല സംസ്ഥാനങ്ങളുടെയും തീരങ്ങൾക്കും അവിടുത്തെ മത്സ്യസമ്പത്തിനും പല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഉള്ളത്. പക്ഷെ ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങളോട് ആലോചിക്കാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുത്ത കേന്ദ്രത്തിന്റെ തീരുമാനം തെറ്റാണ്. പക്ഷേ ഇത് അംഗീകരിക്കുവാനോ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുവാനോ BJP നേതൃത്വത്തിന് കഴിയുന്നില്ല. അവർ നിസ്സഹായരായി നിൽക്കുന്നു. ശ്രീ രാധാകൃഷ്ണൻ. അല്ല, ഒന്ന് എന്താ പ്രശ്നം വെച്ചാൽ, ഞാൻ ചാൾസ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നില്ല, മര്യാദ അത് ക്ലിയർ ആവുന്നില്ല. മറ്റൊന്ന്, ചാൾസ് എന്ത് പറഞ്ഞോട്ടെ, ഞാൻ ഈ വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചതിന് പറയാം. BJPയോ കോൺഗ്രസോ എന്നുള്ളതല്ല, ഈ 61 ദിവസം നിരോധനം പണ്ട് മുതലേ കേന്ദ്രത്തിന്റെ നിലപാടാണ്. ചാൾസ് നേരത്തെ സൂചിപ്പിച്ചു എനിക്ക് തോന്നുന്നു ഒരു സമരത്തെക്കുറിച്ച്. ആ 2006 സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ, അന്നത്തെ കോൺഗ്രസ് സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് ഈ 61 ദിവസം നിരോധനത്തിന് അനുകൂലമാണ്. അന്ന് അതിനുവേണ്ടി ഞങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് സംസ്ഥാനത്ത് പുതിയ ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കേണ്ടി വന്നത്. 61 ദിവസത്തെ നിരോധനത്തിന് കേന്ദ്ര സർക്കാർ, അന്നത്തെ കോൺഗ്രസ് സർക്കാർ അനുകൂലമായ അഫിഡവിറ്റാണ് സുപ്രീം കോടതി കൊടുത്തത്. സംസ്ഥാനത്ത് നമ്മൾ സമരം ചെയ്തിട്ടാണ് ഒരു പുതിയ രീതിയിൽ നമുക്ക് മത്സ്യബന്ധനത്തിന് അവകാശം നൽകിയത്. ഇപ്പോഴും എനിക്ക് പറയാൻ സാധിക്കും, ഈ പറയുന്ന ഏപ്രിൽ 10 ഉത്തരവിലും നമ്മൾക്ക് ആലോചിക്കാൻ സമയമുണ്ട്, സംസ്ഥാനത്തിന്റെ അധികാരം ഉപയോഗിക്കാൻ സമയമുണ്ട്. നമുക്ക് സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ഉപരിതല മത്സ്യബന്ധനം മത്സ്യസമ്പത്തിന് ദോഷം വരുന്നതല്ല എന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ വരണം മുന്നോട്ട്. അതിനനുകൂലമായി നമുക്ക് എല്ലാവർക്കും അറിയാൻ പാടില്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. യെസ്, ശ്രീ ജോസഫ് സേവ്യർ, ഈ ട്രോളിംഗ് നിരോധന കാലത്ത് കേരളത്തിന്റെ തീരത്ത് വിലയേറിയ കിളിമീന്, ടൈഗർ പ്രോൺസ് പോലെയുള്ള മത്സ്യവിഭവങ്ങൾ വിദേശ കപ്പലുകൾ വന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ് എന്നൊരു ആരോപണമുണ്ട്. പക്ഷെ ആ ഒരു ഉൾപ്പെടെയുള്ളവ, കപ്പൽ വള്ളങ്ങൾ കേരളത്തിന്റെ മത്സ്യ സമ്പത്ത് കൊള്ളയടിക്കുന്ന കാലഘട്ടമാണ് ട്രോളിംഗ് നിരോധന കാലഘട്ടം. ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഒരു സമ്പൂർണ്ണ മത്സ്യ നിരോധനം ഇവിടെ വരുന്നത്. പക്ഷെ ഏത് രീതിയിൽ ഇത് പ്രായോഗിക തലത്തിൽ, ഇപ്പോൾ 15 വരെ നിങ്ങൾ കടലിൽ പോകുമെന്ന് പറയുന്നുണ്ട്, അത് കഴിഞ്ഞ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾ പോകുമെന്ന് അവരും പറയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മറ്റ് പ്രായോഗിക വശങ്ങൾ അത് എന്തൊക്കെയാണ്?
ഇത് വളരെ വ്യക്തമാണ്. അതായത് 3 കമ്മിറ്റി റിപ്പോർട്ടുകളാണ് ഒരേ കാലഘട്ടത്തിൽ വന്നത്. ഒന്നാമത്തെ കമ്മിറ്റി ഡോക്ടർ മീനാകുമാരി കമ്മിറ്റി റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് വിദേശത്തു നിന്ന് കപ്പൽ കൊണ്ടുവന്ന് ഇന്ത്യൻ കപ്പലുകളായിട്ട് പ്രവർത്തിപ്പിക്കും, അടയേണ്ട കാര്യമില്ല, അവർക്ക് 365 ദിവസം ഇവിടെ പ്രവർത്തിപ്പിക്കാമെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. രണ്ടാമത്തെ റിപ്പോർട്ടാണ് സീതാറാവു കമ്മിറ്റി റിപ്പോർട്ട്. അതിൽ പറയുന്നത് 61 ദിവസം നിരോധിക്കണം, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കമ്മിറ്റി ആണ് ഡോക്ടർ സുനിൽ മുഹമ്മദ് കമ്മിറ്റി റിപ്പോർട്ട്, സംസ്ഥാന സർക്കാർ നിയോഗിച്ചതാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മൺസൂൺ ഈ പ്രജനനം 365 ദിവസം നടക്കുന്നുണ്ടെങ്കിലും പ്രജനനം ഏറ്റവും കൂടുതൽ നടക്കുന്നത് പോസ്റ്റ് മൺസൂൺ പീരീഡിലും പ്രീ മൺസൂൺ പീരീഡിലുമാണ്. അതുകൊണ്ട് തന്നെ നടക്കുന്ന ദിവസം എന്നുള്ള നിരോധനം ബൈഫർക്കേറ്റ് ചെയ്ത് 30 ദിവസം മൺസൂണിലും 31 ദിവസം പോസ്റ്റ് മൺസൂൺ പീരീഡിലും ട്രോളിങ്ങിനും ഉപരിതല മത്സ്യബന്ധനത്തിന് ഏപ്രിൽ മാസം നടത്തണമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതായത് ഇൻഡിജിനസ് ഫ്ലീറ്റിനെ നിരോധനത്തിൽ തളച്ചിടുമ്പോൾ തന്നെ പുറത്തുനിന്ന് വരുന്ന ഭീകരമായ, അതായത് 10,000 കുതിരശക്തി ശരാശരിയുള്ള വിദേശ മത്സ്യബന്ധന കപ്പലുകൾക്ക് നിരോധനം വേണ്ട എന്ന് വളരെ വ്യക്തമായി മീനാകുമാരി വെളിപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ അർത്ഥം ഇവരിവിടെ കാലാകാലങ്ങളായിട്ട് മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അതിനൊരു ഗ്രീൻ പച്ചക്കൊടി. ഇത് വ്യക്തമായ സാഹചര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ട? അവർ നിയമം ലംഘിച്ച് പോകുക, അല്ലാണ്ട് വേറെ എന്താ നിവൃത്തിയുള്ളത്? പിന്നെ നിരോധനം എന്ന് പറഞ്ഞില്ലേ, 12 നോട്ടിക്കൽ മൈലിന് പുറത്തും അകത്തും മത്സ്യം നിന്നോളൂ മത്സ്യത്തിനോട് പറയാൻ ആരെങ്കിലും കഴിയുമോ? മത്സ്യത്തിന് ഭക്ഷണം നോക്കി പ്ലാങ്കൺസിന്റെ മൂവ്മെന്റ് അനുസരിച്ച് മത്സ്യം ചിലപ്പോൾ 12 നോട്ടിക്കൽ ഇവിടെ ഫിഷിംഗ് തന്നെ ഡെപ്ത് അനുസരിച്ചാണ്. 12 നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50 മീറ്റർ ആഴം വരും. ചിലപ്പോൾ പ്ലാങ്ടൺ 50 മീറ്റർ ഉള്ളിലായിരിക്കും നിൽക്കുന്നത്. ചില സമയത്ത് ഒഴുക്കിന്റെ പ്രത്യേകത അനുസരിച്ച് പ്ലാങ്ടൺ 50 മീറ്ററിൽ നിന്ന് മാറി 100 മീറ്ററിലാവും. അതനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾ അവരുടെ യാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. അതായത് നേരത്തെ ചാൾസ് സൂചിപ്പിച്ചതുപോലെ ഫിഷിംഗ് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അതാത് സംസ്ഥാനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏത് തരത്തിലുള്ള മാനേജ്മെന്റ് ഇവിടെ വേണമെന്ന്. ആദ്യം കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന കപ്പലുകൾ ഇന്ത്യയിൽ പ്രവർത്തിപ്പിക്കൽ തടയലാണ്. ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഈ കപ്പലുകൾ നിരോധിച്ചു കഴിഞ്ഞു. നിരോധിക്കുക ഇത് ഇവിടെ സർക്കാരിന് മനസ്സിലാകുന്നില്ല. എത്ര പ്രാവശ്യം സർക്കാരിനെ ഇത് ബോധ്യപ്പെടുത്താനായിട്ട് ഈ മേഖലയിലുള്ളവർ ശ്രമിച്ചു. ഒന്ന് വിളിക്കണ്ടേ? അതൊക്കെ ശരിയാണ്. സംസ്ഥാനങ്ങളുമായി ആലോചിച്ചില്ല എന്നുള്ളതൊക്കെ ശരിയാണ് ശ്രീ ചാൾസ് ജോർജ്. പക്ഷേ ഇവിടെ ഗുരുതരമായ കാര്യം മത്സ്യസമ്പത്ത് കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യത്തിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് ഒരു പക്ഷേ അങ്ങനെ വേണമെങ്കിൽ അവർക്ക് വ്യാഖ്യാനിക്കാം, അങ്ങനെ അവർ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ അഞ്ചത്തെ നമ്മുടെ കണക്ഷമിരിക്കുന്നു, ഒരു ഡെക്കേഡ് അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തുന്നത്. ആ നിലയിൽ ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ സംഭവിച്ച പോലെ ഒരു ഇടിവോ തകർച്ചയോ ഡിപ്ലീഷനോ ഇന്ത്യക്കുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ മത്സ്യോൽപാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ സ്ഥാപനങ്ങളും അംഗീകരിച്ച കണക്കാണ്. അതുകൊണ്ടാണ് ലോകത്ത് ശരാശരി ഓരോ വർഷം 4 ലക്ഷം ടൺ വെച്ച് ഉൽപാദനം കുറയുന്നു. ഇന്ത്യയിൽ 4% വെച്ച് ഉൽപാദനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ 5 ദശകമായിട്ട്. ലോകത്ത് 15 ഫിഷിംഗ് ഗ്രൗണ്ടുകളുണ്ട്. അതിൽ 13 ഓവർ എക്സ്പ്ലോയിറ്റഡ് ആയി തകർന്നു കഴിഞ്ഞിരിക്കുന്നു. 2 കടലിലെ ഇനി മത്സ്യം അവശേഷിക്കുന്ന ഐക്യരാഷ്ട്രങ്ങൾ അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമാണ്. നമ്മുടെ രാജ്യത്ത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വന്തം രാജ്യത്തെ കടലുകളെയും മത്സ്യക്കൂട്ടങ്ങളെയും തൊഴിലാളികളെയും തകർത്ത് തരിപ്പണമാക്കിയ വൻകിട ആഴക്കടൽ കൊള്ളക്കാർ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വരുന്നത്. അവർക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്ന നയം മീനാകുമാരി റിപ്പോർട്ട് പറയാതെ നടപ്പാക്കിയത്. 3 കാര്യം മീനാകുമാരി പറഞ്ഞു. 1, തീരദേശത്ത് മത്സ്യബന്ധനത്തിന് കർക്കശമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. 2, 50 മുതൽ 200 മീറ്റർ ആഴം വരെയുള്ള പ്രദേശം ബഫർ സോണായി സൂക്ഷിക്കണം, അവിടെ ക്രമീകരണം കൊണ്ടുവരണം. 3, അതിനും അപ്പുറത്ത് ആഴക്കടൽ വിദേശ കപ്പലുകൾ അനുവദിക്കണം. ഇതല്ലേ ഞങ്ങൾ മീനാകുമാരി റിപ്പോർട്ട് അംഗീകരിച്ചില്ല എന്ന് പേർത്തും പറയുന്ന സർക്കാർ ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കാരണം എന്താണ്? ഇന്ത്യയിലെ ഭരണാധികാരികളും കുത്തകളും തമ്മിലുള്ള ബന്ധമാണ്. ഈ വിദേശ രാജ്യങ്ങളിലെ കപ്പലുകൾ ആരാ ഇവിടെ കൊണ്ടുവരുന്നത്? ഇന്ത്യയിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയല്ല. ഇന്ത്യയിലെ ടാറ്റ, ഇന്ത്യയിലെ ITC, ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ ലിവർ, ഫോർച്യൂൺ ഫിഷറീസ്, ഇൻഡി ഫിഷറീസ്, ഇൻഡോച്ചൻ ഫിഷറീസ് എന്ന പേരിൽ കള്ള കമ്പനികളിലൂടെ ഫ്ലോട്ട് ചെയ്ത് വിദേശ കപ്പലുകളെ കൊണ്ടുവരും. 2 മാസം പ്രവർത്തിപ്പിക്കും. ഡെഫേർഡ് പേയ്മെന്റ് പേരിൽ അവർ എന്ത് ചെയ്യും? കൊള്ളയടിക്കൽ ബാങ്കുകളെ കാണിച്ച്. ഒരൊറ്റ കപ്പലും ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു 2008. ഒറ്റ കപ്പലും ഇന്ത്യക്കാരായി മാറി വെറും പച്ചയായ തട്ടിപ്പാണ്. ഈ കുത്തക കമ്പനികളും സർക്കാരിന്റെ അധിപന്മാരും തമ്മിലുള്ള ബന്ധമാണ്. ആ ബാന്ധവത്തിന്റെ പേരിൽ പാവപ്പെട്ടവരെ കൊല്ലാക്കൊല ചെയ്യുന്നത്. ശ്രീ ജോസഫ് സേവ്യർ, ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാനത്തിന്റെ അധികാര പരിധി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം എടുത്താൽ നേരത്തെ നിലനിന്നിരുന്നതുപോലെയുള്ള 47 ദിവസത്തെ നിരോധനം ജൂൺ 15 മുതൽ ജൂലൈ 31 വരെ, ആ തീരുമാനം വളരെ എടുത്തു കഴിഞ്ഞാൽ
ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണോ? മത്സ്യബന്ധന മേഖലയിൽ നിലനിൽക്കുന്ന ആശങ്ക പരിഹരിക്കപ്പെടുന്നത്? പ്രശ്നത്തിന്റെ ആശങ്ക പരിഹരിക്കണമെങ്കിൽ ഈ വിദേശത്തുള്ള ഒന്നാം കപ്പലുകളെ പൂർണ്ണമായും തടയണം. കാരണം ഇപ്പം എന്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ആൽഗെ അല്ലെങ്കിൽ പ്ലാങ്ടൺസിന്റെ മൂവ്മെന്റ് സാറ്റലൈറ്റ് മുഖേന കൃത്യമായി മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ വിദേശ കപ്പലുകൾക്കുണ്ട്. പ്ലാങ്ടൺ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്ലാങ്ടൺസിന്റെ പുറകെ അത് നിന്ന് ജീവിക്കുന്ന ചെറു മത്സ്യങ്ങൾ, അതിന്റെ പുറകെ വലിയ മത്സ്യങ്ങളാണ്. വന്ന് ഏറ്റവും പുറകിൽ ഷാർക്കാണ്. ഈ പ്ലാങ്ടന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി അതേ നിമിഷം തന്നെ അതിന്റെ പുറകിലുള്ള മത്സ്യങ്ങൾ പൂർണ്ണമായി അടിച്ചു മാറ്റുന്ന ഒരു മത്സ്യബന്ധന ശൈലിയാണ് അവരുടെ കയ്യിലുള്ളത്. അവരത് അടിച്ചു മാറ്റി കഴിഞ്ഞ ശേഷമാണ് നമ്മൾക്ക് ചെല്ലാൻ കഴിയുന്നത്. നമുക്ക് അതുപോലത്തെ അറിവില്ല. ഒന്നാമത്തെ കാര്യം, അറിവ് പകർന്നു തരാനുള്ള ഏജൻസികളും തയ്യാറല്ല. അങ്ങനെ പിടിച്ചാണ് കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ മത്സ്യബന്ധന യാനങ്ങളെല്ലാം വള്ളങ്ങളായാലും ബോട്ടുകളായാലും കെട്ടിയിട്ടിരിക്കുന്നത്. കാരണം പോയിട്ട് കടലിലൊന്നുമില്ല. അതായത് ആദ്യം ചെയ്യേണ്ടത് ഈ കപ്പൽ പക്ഷേ എന്തെല്ലാം സ്റ്റേറ്റ് തീരുമാനിക്കട്ടെ, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യട്ടെ, അത് ഇംപ്ലിമെന്റ് ചെയ്യട്ടെ. നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ശ്രീ വി രാജേഷ്, ബി ജെ പി വക്താവ്, അദ്ദേഹം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ വി രാജേഷ്, കേന്ദ്രം ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് പറയാതെ, പ്രത്യക്ഷത്തിൽ പറയാതെ മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുകയാണ്. അങ്ങനെയാണോ? വീണ, ഒരു പ്രശ്നം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പൂർണ്ണമായും റേഞ്ച് ഇല്ലെങ്കിലും താങ്കളുടെ ചോദ്യം കേൾക്കാൻ സാധിച്ചു. ഞാൻ പറയാം. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് യാതൊരു കാരണവശാലും കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുകയില്ല. ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ മത്സ്യസമ്പത്തിൽ വളരെ വലിയ കുറവുണ്ടാകുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% കുറവായ, മുൻ വർഷത്തേക്കാൾ 5% കുറവായിരുന്നു മത്സ്യസമ്പത്ത് കഴിഞ്ഞ വർഷം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മേഖല നിലനിർത്തുവാൻ വേണ്ടി ഗവൺമെന്റിന് ചില പരിഷ്കാരങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അക്കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ചെയ്യുന്നു. അതിലപ്പുറം UPA സർക്കാർ നിയമിച്ച മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഈ ഗവൺമെന്റ് വാങ്ങിവെച്ചു എന്നുള്ളതല്ലാതെ ഒരൊറ്റ. ശ്രീ വി രാജേഷ്, താങ്കൾ ഈ പറയുന്നതിനോട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിലെ ശ്രീ ചാൾസ് ജോർജിനും ശ്രീ ജോസഫ് സേവിയർ കളപ്പുരയ്ക്കലിനും അദ്ദേഹത്തിനും പറയാനുണ്ട്. ചാൾസ് ജോർജ്, ശ്രീ വി രാജേഷ് പറഞ്ഞത് കേട്ടു. താങ്കൾ നേരത്തെ പറഞ്ഞതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യമാണ് ശ്രീ വി രാജേഷ് പറഞ്ഞത്. അതിലൊരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ വിദേശ കപ്പലുകൾ വന്ന് നമ്മുടെ മത്സ്യസമ്പത്തിനെ കൊള്ളയടിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 5% വർധന, അല്ലെങ്കിൽ ഓരോ വർഷവും മത്സ്യസമ്പത്ത് കൂടുന്നു എന്നുള്ള താങ്കളുടെ കണക്ക് അതെന്ത് അടിസ്ഥാനത്തിലുള്ളതാണ്? 2 വർഷം മുമ്പ് ഈ കേരളത്തിലെ കണക്ക് ഞങ്ങളുടെ കൈ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ അടുത്തുണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 50 വർഷത്തെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഓരോ ഡെക്കേഡ് വെച്ച കണക്ക് കൂട്ടുന്നത്. ശരാശരിയായി 85-ൽ ട്രോൾ ബാൻ തുടങ്ങുമ്പോൾ കേരളത്തിൽ 3.5 ലക്ഷം ടണ്ണാണ് മത്സ്യോത്പാദനം. ഇപ്പോൾ ഏറ്റക്കുറച്ചിലോടെ 6 ലക്ഷം ടൺ നിൽക്കുന്നു. കഴിഞ്ഞതിന് മുൻപത്തെ വർഷം 8,39,000 ടൺ. ഓരോ വർഷത്തെ ഏറ്റക്കുറച്ചിലുകൾ നോക്കിയല്ല നിൽക്കുന്നത്. നമ്മുടെ ഉൽപാദനം അത് അനാരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് പോയതായി ആരും പറയുന്നില്ല. അതിന്റെ അർത്ഥം അൺബ്രൈഡൽഡ് ആയിട്ട് ഇവിടെ എല്ലാം നിയന്ത്രണ വിധേയമല്ലാതെ നടപ്പാക്കാൻ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ക്രമീകരണങ്ങൾ വേണം, നിയന്ത്രണങ്ങൾ വേണം, എല്ലാ മേഖലയിലും നിയന്ത്രണങ്ങൾ ക്രമീകരണം വേണം. പക്ഷേ നിരോധനം നടപ്പാക്കുക വഴി ഒരു ഉപജീവന അവകാശത്തെ തടയുകയാണ്. രാജ്യത്ത് പറയുന്നത് എന്താണ്? അതേ ഒരു വശത്ത് കൂടി മുയലിനൊപ്പവും മറുവശത്ത് കൂടി ഇക്കാണ്ടൊപ്പം നിലപാട് അംഗീകരിക്കണം. ശ്രീ വി രാജേഷ്, ഈ കണക്കുകൾ പ്രകാരം മത്സ്യബന്ധന അല്ലെങ്കിൽ മത്സ്യസമ്പത്തിൽ കുറവുണ്ടായിട്ടില്ല എന്ന് ശ്രീ ചാൾസ് പറയുന്നു. അതോടൊപ്പം ഈ വിദേശ കപ്പലുകൾ ഇപ്പോൾ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യ അനുവദിച്ചതിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പുറം കടലിൽ വെച്ച് തന്നെ ഇത് പ്രോസസ് ചെയ്തുകൊണ്ടുള്ള മത്സ്യ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് മത്സ്യസമ്പത്ത് കുറയുന്നു, അതുകൊണ്ട് ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്. ശ്രീ വി രാജേഷ്. വീണ ജോർജ്, BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരൊറ്റ വിദേശ കപ്പലിന് പോലും നമ്മുടെ തീരത്ത്, നമ്മുടെ അതിർത്തിയിൽ വന്ന് മീൻ പിടിക്കാനുള്ള അവകാശം ഞങ്ങൾ കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ഗവൺമെന്റ് രാജ്യം ഭരിച്ചിരുന്നപ്പോഴാണ് വിദേശ കപ്പലുകൾക്ക് മീൻ പിടിക്കാനുള്ള അവകാശം കൊടുത്തിട്ടുള്ളത്. ഈ ഗവൺമെന്റ് വന്ന് എടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം മത്സ്യബന്ധന മേഖലയിലെ കുടുംബങ്ങളെ, തൊഴിലാളികളെ അഡ്വൈസ് ആയിട്ട് ബാധിക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തെങ്കിൽ അത് അദ്ദേഹം പറയട്ടെ. മത്സ്യബന്ധന മേഖല കുറെ പ്രശ്നങ്ങൾ നേരിടുകയാണ്. അതൊരു തുറന്ന ചർച്ച നടത്തുകയും അവിടെ ആവശ്യമായ ഇടപെടൽ ഗവൺമെന്റ് നടത്തുകയും ചെയ്യുകയാണ് ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതിനാണ് ഗവൺമെന്റ് പരിഗണന കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞ പോലെ മീനാകുമാരി റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നവർ നവംബർ 12-ന് വിദേശ കപ്പലുകളെ അലവ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ ഇറക്കിയിരിക്കുക, എന്റെ കൈവച്ചിരിക്കുന്ന ഓർഡർ. നവംബർ 28-ന് ഇതിനെ സംബന്ധിച്ചുള്ള ക്ലാരിഫൈ ചെയ്തുകൊണ്ടുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ വേറെയും ഇറക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ സർക്കാർ ഏകദേശം ഒറ്റ വിദേശ കപ്പലിൽ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ പട്ടണം കേന്ദ്രീകരിച്ച ഒരു കപ്പൽ കമ്പനിക്ക് അവർ ലെറ്റർ ഓഫ് പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കൈവച്ച് ഇരിക്കുന്ന രേഖകളാണ്. ഞങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നൊരു പിടിപാടില്ല, സംസ്ഥാനത്തിന് പിടിപാടില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നിങ്ങളുടെ സർക്കാർ കയറുന്നതിന് മുമ്പ് നിങ്ങൾ പ്രഖ്യാപിച്ചൊരു നയമുണ്ട്. അത് വി രാജേഷ് സംസ്ഥാനത്തെ സെക്രട്ടറിയാണ്. അഖിലേന്ത്യാ സെക്രട്ടറിയാണ് മുരളീധര റാവു പ്രഖ്യാപിച്ചത്.
മത്സ്യത്തൊഴിലാളികൾക്കുള്ള എണ്ണ സബ്സിഡി കൊടുക്കുമെന്ന്. ഇപ്പോൾ നിങ്ങൾ ചെയ്തത് എന്താണ്? കഴിഞ്ഞ മാസം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് കേരളത്തിലെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൊടുക്കുന്ന മണ്ണെണ്ണ 2300 കിലോ ലിറ്റർ അതും കൂടി വെട്ടിക്കുറിച്ച് എവിടെ പോയി ഈ മത്സ്യത്തൊഴിലാളി ജീവിക്കും? അവർ ആത്മഹത്യ ചെയ്യുന്നുള്ള ജോസഫ് സേവ്യർ എന്താണ് പറയുന്നത്? ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? അതായത് ഈ പറഞ്ഞ നവംബർ 12 ഉത്തരവ് പ്രകാരം ഇതിനു മുമ്പ് ഇവിടെ പ്രവർത്തിച്ചിരുന്ന LOP വെസൽസിന്റെ കാലാവധി തീർന്നവർക്ക് എല്ലാം റിന്യൂ ചെയ്ത് കൊടുത്തു. ഇതൊക്കെ രേഖയിലുള്ളതാണ്. വിശാഖപട്ടണത്തിൽ ഇപ്പോൾ 90-ലധികം കപ്പലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. വിശാഖപട്ടണം കേന്ദ്രമാക്കി അവർ കേന്ദ്രമാണ്. പക്ഷെ അവരിവിടെ എല്ലായിടത്തും വന്ന് ഫിഷ് ചെയ്യാറുള്ളതാണ്. അതെല്ലാം റിന്യൂ ചെയ്ത് കൊടുത്തത് ഈ കാലയളവിലാണ്. പിന്നെ BJPയുടെ നേതാക്കന്മാർക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. അവരുടെ സർക്കാരിന് എതിരായിട്ട് അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയല്ല. VV രാജേഷ്, ഈ മത്സ്യസമ്പത്ത് കുറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അവർ ശരിക്കും കടലിൽ പോയി മത്സ്യം പിടിച്ച് അവരുടെ ഒരു വർഷത്തേക്കുള്ള ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ട്രോളിംഗ് നിരോധന കാലത്ത് അവർ നേടിയെടുക്കുന്നതാണ്. സമ്പൂർണ്ണമായും നിരോധിക്കുന്നു എന്ന് ഈ സർക്കാർ പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത്. ശ്രീ VV രാജേഷ്, അല്ല വീണ, ഇവിടെ മത്സ്യസമ്പത്ത് പരമാവധി നമ്മൾ ചൂഷണം ചെയ്യണം, പരമാവധി മത്സ്യസമ്പത്ത് മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രയോജനപ്പെടാം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ തർക്കമില്ല. പക്ഷേ അത് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ മത്സ്യബന്ധന മേഖലയിൽ തൊഴിലാളികൾക്ക് വറുതി ഉണ്ടാവാറുണ്ട്, ദാരിദ്ര്യം ഉണ്ടാകാറുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ആ സമയത്ത് അതിനെ എങ്ങനെയുള്ള അത്തരത്തിലൊരു ഗവർക്ക് ആവശ്യമായുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ വിദേശ കപ്പലുകളെയൊക്കെ ഞങ്ങൾ അനുവദിച്ചു എന്നൊക്കെ പറയുന്നവർ, അങ്ങനെ കപ്പലുകളെ ഞങ്ങൾ ഈ ഗവൺമെന്റ് അനുവദിക്കുകയാണെങ്കിൽ ഗവൺമെന്റിനോ ഗവൺമെന്റിന് നേതൃത്വം നോക്കുന്ന മന്ത്രിമാർക്കോ എന്തെങ്കിലും സാമ്പത്തിക ബാധ്യത ഉണ്ടാകണമല്ലോ, ലാഭം ഉണ്ടാകണമല്ലോ. അങ്ങനെ കഴിഞ്ഞ 11 മാസത്തെ ഭരണം കൊണ്ട് ഏതെങ്കിലും ഒരു മന്ത്രിയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ സാമ്പത്തിക നേട്ടം 5 ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ലാതിരിക്കെ എന്തിനാണ് ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഗവൺമെന്റിനെതിരെ ഉന്നയിക്കുന്നത്? ശ്രീ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് പറയാനുണ്ട് എന്ന് പറയുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. ഞാനിപ്പോ ചാൾസ് പറഞ്ഞു നവംബർ 12 ഉത്തരവിറങ്ങിയെന്ന്. 2013 ജനുവരി 18 ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അന്ന് ചാൾസ് കണ്ടില്ല ആ ഉത്തരവ്. 2012 ഉത്തരവിറങ്ങിയിട്ടുണ്ട്, 11 ഉത്തരവിറങ്ങിയിട്ടുണ്ട്, 2004 മുതൽ എല്ലാ വർഷവും ഈ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. കേരളത്തിലെ നമ്മുടെ സൈറ ബാനുവിന്റെ മുമ്പാകെ ചാൾസും സേവ്യറും എന്താണ് എഴുതി കൊടുത്തത് ട്രോളിംഗ് നിരോധനം സംബന്ധിച്ച്? ചാൾസിന്റെ നിലപാട് 90 ദിവസം ട്രോളിംഗ് നിരോധനം നടത്തണമെന്നാണ്. മത്സ്യത്തൊഴിലാളി ഐക്യവേദി എഴുതി കൊടുത്തത് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം 90 ദിവസമാക്കണമെന്നാണ്. അപ്പോ ഇത് രാഷ്ട്രീയമായി BJPനെ എതിർക്കാൻ വേണ്ടി പറയുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ശ്രീ ജോസഫ് സേവ്യർ, മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി എത്ര ദിവസത്തെ നിരോധനത്തിനും എതിരല്ല, മേഖല എതിരല്ല. കാരണം വേറെ ഒന്നുമല്ല, ഈ മത്സ്യസമ്പത്ത് സംരക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തന്നെ അത് പിടിക്കാമല്ലോ. നമ്മളുടെ ആവശ്യം വേറെ ഒന്നുമല്ല, വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന കപ്പലുകൾ. ഇപ്പോൾ മോഡി സർക്കാരിന്റെ പുതിയ തീരുമാന പ്രകാരം വിദേശ കപ്പലുകളൊക്കെ ഇന്ത്യൻ കപ്പലുകളാക്കി രജിസ്റ്റർ ചെയ്തിട്ട് ഇവിടെ പ്രവർത്തിക്കുക. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജോയിന്റ് സെക്രട്ടറി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് there will be no more foreign fishing vessels in India. The fishing vessels operating in India will be Indian vessels owned by Indians. അതായത് വിദേശത്തു നിന്ന് കപ്പൽ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഇവിടെ പ്രവർത്തിപ്പിക്കുക. അതിനകത്ത് ഒരുപാട് തിരിമറി നടക്കുന്നുണ്ട്. കാരണം വിദേശത്ത് ഒരു കപ്പൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വിദേശത്തുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെന്നുണ്ട്. അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ക്രൂ അവർക്ക് പാസ്പോർട്ടും വിസയും ഒക്കെ വേണമെന്നുണ്ട്. അതൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഞങ്ങൾ പരിശോധിക്കുന്നതായിരിക്കും എന്നാ പറഞ്ഞത്. അതേസമയം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി 12 നോട്ടിക്കൽ മൈലിന് പുറത്തു പോകണമെങ്കിൽ അവന് പാസ്പോർട്ട് വേണം. ഇതെല്ലാവിധ അവനെ എങ്ങനെ എന്തെങ്കിലും ഒന്നും ഇതെല്ലാം ചെയ്തുകൊണ്ട് വിദേശികൾക്ക് വേണ്ടി നമ്മുടെ കടൽ തുറന്നു കൊടുക്കുന്ന ഒരു സമീപനം. രാധാകൃഷ്ണൻ അത് മനസ്സിലാക്കണം, അത് തിരുത്തിക്കണം ഗവൺമെന്റിനെ കൊണ്ട്. അത് നമ്മുടെ നാട്ടിലും നന്മയ്ക്ക് വേണ്ടിയിട്ട് അതെങ്കിലും ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ്. ഈ 12 നോട്ടിക്കൽ മൈൽ, 25 നോട്ടിക്കൽ 10, ഇത് എന്ത് കണക്കാണിത്? പണ്ടൊരു സായിപ്പ് അവരുടെ കരയിൽ നിന്ന് ഒരു പീരങ്കി ഇട്ടു, ആ ക്യാനൻ വന്നു വീണ സ്ഥലം 12 നോട്ടിക്കൽ. ഈ വക കാര്യങ്ങൾ ഇന്ത്യ, ഞാൻ ചോദിക്കുന്നത് കോസ്റ്റ് ഗാർഡിന് ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് ഞങ്ങളെ തടയാൻ. ഇന്ത്യൻ നാവികർക്കെല്ലാം വെടിവെച്ച് കൊല്ലാമെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന് വെടികൊണ്ട് മരിക്കുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാര്യം അറിയും, നമ്മുടെ ഈ യൂണിഫോം ധരിക്കാത്ത സൈനികരാണ് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ, കടലിൽ സേവിക്കുന്നവർ. അവിടുന്ന് സോമാലിയൻ ജയിലിൽ കിടക്കണം. അത്രമാത്രം വിദൂര മത്സ്യബന്ധനത്തിന് കഴിവുള്ള ആളുകളെ 12, 15, 10 എന്ന നിലയിൽ അതിർത്തി വെച്ചിട്ട്
തടയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ യൂണിഫോം ഇട്ട ഇന്ത്യൻ സൈന്യത്തിന്റെ വെടികൊണ്ട് മരിക്കാൻ യൂണിഫോം ഇടാത്ത ഇന്ത്യൻ സൈനികരായ മത്സ്യത്തൊഴിലാളികൾ ശ്രീ വി രാജേഷ്, കേരളത്തിന്റെ തീരദേശ മേഖല ഒരു സംഘർഷത്തിലേക്ക് വിട്ടിരിക്കുകയാണ്. ജൂൺ 1 മുതൽ 15 വരെ ബോട്ടുകൾ അവർ യന്ത്രം പിടിപ്പിച്ചിട്ടുള്ള യന്ത്രവൽകൃത ബോട്ടുകൾ അവർ പോയി മത്സ്യബന്ധനം നടത്തുമെന്ന് പറയുന്നു. 15 മുതൽ 31 വരെ ട്രോളിംഗ് നിരോധനം അതിനവർ സഹകരിക്കുമെന്നും പറയുന്നുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാകട്ടെ ട്രോളിംഗ് നിരോധന കാലത്ത് തങ്ങൾ പോയി മത്സ്യബന്ധനം നടത്തും എന്ന് പറയുകയും ചെയ്യുന്നു. ഈ സംഘർഷത്തിന് ഇടയാക്കുന്ന അല്ലെങ്കിൽ ഇതിലേക്ക് നയിച്ചതിന്റെ പ്രധാന ഉത്തരവാദി BJP സർക്കാരാണ്. ശ്രീ വി രാജേഷ്, ഒരിക്കലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് രാജ്യം ഭരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുമല്ല ഒരു കാർഷിക മേഖലയിലെയോ ഈ രാജ്യത്തെയോ ഒരു വിഭാഗവുമായി ഒരു സംഘർഷം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയില്ല. ചർച്ചയിലൂടെ പരിഹരിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവിടെ ചെയ്യേണ്ടത് കേരള ഗവൺമെന്റ് മുൻകൈയെടുക്കുകയും കഴിഞ്ഞ മീറ്റിംഗിൽ തന്നെ മുഖ്യമന്ത്രി പോകേണ്ട മീറ്റിംഗിൽ മുഖ്യമന്ത്രി പോയിട്ടില്ല. അവിടെ ശരിയായ വസ്തുതകൾ ആ മീറ്റിംഗിൽ ധരിപ്പിക്കാൻ വെച്ചിട്ടില്ല. മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. തീർച്ചയായും കേന്ദ്രത്തിലുള്ള മന്ത്രിമാരൊക്കെ തന്നെ അത്തരത്തിലുള്ള തുറന്ന സമീപനം സ്വീകരിക്കുമെന്നാണ് പാർട്ടി തലത്തിൽ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടും. ശ്രീ വി രാജേഷ്, നേരത്തെ ശ്രീ ചാൾസ് ജോർജ് പറഞ്ഞതുപോലെ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഞങ്ങളുടെ മത്സ്യ നയം ഇതാണ് എന്ന് പറഞ്ഞ നേതാക്കൾ അധികാരത്തിലേറുമ്പോൾ ഉമ്മൻചാണ്ടി പോകാത്തത് കൊണ്ടാണ് ഇത് നടക്കാത്തത് എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയാണ്? താങ്കളുടെ വാക്കുകളുടെ ചർച്ച അവസാനിപ്പിക്കാം. ശ്രീ വി രാജേഷ്, അല്ലല്ലോ ഉമ്മൻചാണ്ടി പോകാത്ത എത്ര ശരിയാണെന്നല്ലെന്ന് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റ് ബാധ്യതയുണ്ട്, ജോലിയുണ്ട്. അത് ചെയ്യേണ്ടവർ ചെയ്യണം. ചെയ്തില്ല എങ്കിൽ ചെയ്തില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യങ്ങൾ ധരിപ്പിക്കേണ്ട രീതിയിൽ ഇനിയും സമയമുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ചർച്ച നടത്തി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തീർച്ചയായും ഇവരും സംഘർഷത്തിലേക്ക് പോകാതെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ശുഭാപ്തി വിശ്വാസമാണ് കേരള BJP. മുഖ്യമന്ത്രി ബോധ്യപ്പെട്ടാലേ അത് നരേന്ദ്രമോദിക്കും സർക്കാരിനും ബോധ്യപ്പെടുകയുള്ളൂ എന്നുള്ളതാണോ ശ്രീ വി രാജേഷ്? ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് അതിനെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. മത്സ്യത്തുറമുഖ മേഖലയിൽ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടു. അങ്ങനെ ഒരു അവസരം കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. ഹലോ, അങ്ങനെ ഒരു അവസരം നൽകിയിട്ടില്ല ശ്രീ രാജേഷ്? അല്ലല്ല, അതൊക്കെ രേഖകളിലുള്ളതാണല്ലോ വീണ. മുഖ്യമന്ത്രിമാരുടെ മീറ്റിംഗ് വിളിച്ചപ്പോഴേക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പോയിട്ടില്ല ആ മീറ്റിംഗിൽ എന്ന് കരുതി മുഖ്യമന്ത്രി പോകാത്തത് കൊണ്ട് നടന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഗൗരവം മാത്രമേ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തുള്ളൂ. പക്ഷെ ഇനിയും സമയമുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും വിഷയം പരിഹരിക്കാൻ സാധിക്കും. കേരളത്തിന്റെ ഫിഷറീസ് മന്ത്രി ആ യോഗത്തിൽ കഴിഞ്ഞ മാർച്ചിൽ പങ്കെടുത്ത യോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടമന്റാണ്. അവർ സസ്റ്റൈനബിലിറ്റിയെ നേരത്തെ പോലെ ഒരു പ്രോക്രസ്റ്റസിന്റെ കട്ടിലായിട്ട് കണ്ടിരിക്കുക. ഈ വൈജാത്യങ്ങളെയും വ്യതിരിക്തതകളെയും കാണാത്ത ഒരു ഇന്ത്യയുണ്ടോ? എന്തൊരു വ്യത്യസ്തമായ സംസ്ഥാനമാണ്. അതല്ല രാജേഷ് നമ്മുടെ ജനാധിപത്യത്തിന്റെ കൂടി സവിശേഷത. സംസ്ഥാനങ്ങളുടെ അധികാരം, ഉപജീവന അവകാശം, വൈജാത്യമേറിയ സംസ്ഥാനങ്ങളുടെ കാലാവസ്ഥ, മത്സ്യ ഇനങ്ങൾ, ഇതൊക്കെ കാണാൻ കഴിയുന്ന ഒരു സമഗ്ര സമീപനം ഇല്ല എങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഇരുളടഞ്ഞതായി പോകുമെന്ന് മനസ്സിലാക്കുക. വെസ്റ്റേൺ രാജ്യങ്ങളിലെ തനിപ്പകർപ്പുകൾ, വാർപ്പ് മാതൃകകൾ നമുക്ക് സാധ്യമേ അല്ല. അത്രമാത്രം വൈജാത്യമേറിയ സമ്പന്നമായ ഒരു രാജ്യമാണ്. അതായത് മാർച്ച് 23-ാം തീയതി CMFRI എഴുത്തുകൂടി നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇവിടെ. അതായത് സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിക്കാൻ അവരെ അനുവദിക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. 92 ലക്ഷം വരുന്ന മത്സ്യത്തൊഴിലാളികൾ ഉപജീവന മാർഗമാണിത്. അത് അവരങ്ങനെ പറയുമ്പോൾ അത് കേൾക്കാൻ പോലും ചെവിക്കൊള്ളാതെ 10-ാം തീയതി നിരോധന ഉത്തരവ് ഇറക്കുകയാണ്. അതായത് ഒരു ഹിറ്റ്ലറിന്റെ സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു സ്റ്റാലിൻ സ്റ്റൈലിലാണ് മോഡി പ്രവർത്തിക്കുന്നതെന്ന് അതിന് വ്യക്തമല്ലേ? ഈ നാട്ടിലെ ജനങ്ങളും സാധാരണക്കാരൊന്നും അവർക്ക് പങ്കല്ല. എല്ലാവരും പറയും അലനന്ദിയന. വളരെ നന്ദി ശ്രീ ജോസഫ് സേവ്യർ, നന്ദി ശ്രീ ചാൾസ്, നന്ദി ശ്രീ രാധാകൃഷ്ണൻ, നന്ദി ശ്രീ വി രാജേഷ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പവർ സെന്ററിൽ ഇനിയുടെ വേള.